കഴിഞ്ഞ 4.5 വർഷം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നേതാവാണ് വി.ഡി. സതീശൻ. അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ, ആരോപണങ്ങൾ ഉന്നയിക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആരോപണങ്ങളുടെ അവസ്ഥ പിന്നീട് എന്തായി എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ സജീവമായി കോൺഗ്രസിനെ നയിക്കാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ കഴിഞ്ഞിരുന്നു വി.ഡി. സതീശന്. നിരവധി പ്രക്ഷോഭങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിരുന്നു വി.ഡി. സതീശന്. നിരന്തരമായി മാധ്യമങ്ങളെ കാണുകയും സർക്കാരിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു വി.ഡി. സതീശൻ. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിരുന്നു വി.ഡി. സതീശന്. പക്ഷേ വി.ഡി. സതീശൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന പദവി അദ്ദേഹത്തിനുണ്ട് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത, കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവായി മാറിയിട്ടുണ്ട് വി.ഡി. സതീശൻ. എവിടെയാണ് വി.ഡി. സതീശൻ പിഴച്ചത്? അത് കെ സുധാകരനുമായുള്ള പിണക്കമാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്ന ഘട്ടത്തിൽ വലിയ ആവേശമായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്. പിണറായിയെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് മറ്റൊരു നേതാവ് കെ സുധാകരനല്ലാതെ മറ്റാർക്ക് കഴിയും പിണറായിയെ നേരിടാൻ എന്നൊക്കെയുള്ള പരസ്യവാചകങ്ങൾ അന്ന് തിരുവനന്തപുരത്തെ ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞിരുന്നത് നാം കണ്ടതാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശനും കെ സുധാകരനും മുന്നോട്ടേക്കാണ്. പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ടേ ഇനി ഉറക്കമുള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ രണ്ടുപേരും വഴിക്ക് വെച്ച് രണ്ട് വഴിയിലേക്ക് മാറി. അവിടെ പിഴച്ചു വി.ഡി. സതീശന് എന്ന് പറയേണ്ടി വരും. ആ പിഴവിലേക്കാണ് ഇറങ്ങി വന്നത് കെ.സി. വേണുഗോപാൽ. കെ സുധാകരനും കെ.സി. വേണുഗോപാലും നല്ല ബന്ധത്തിലാണ് എങ്കിലും കെ.സി. വേണുഗോപാൽ പറയുന്നത് അതുപോലെ അനുസരിക്കാൻ തയ്യാറാകില്ല കെ സുധാകരൻ. കെ.സി. വേണുഗോപാലിനേക്കാളും മുതിർന്ന നേതാവാണ് എന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും കണ്ണൂരിലെ നേതാവാണ്. കെ.സി. വേണുഗോപാലിനേക്കാളും ജനങ്ങളിൽ ബന്ധമുള്ള നേതാവാണ് കെ സുധാകരൻ എന്നതുകൊണ്ട് തന്നെ ആ ഈഗോ അദ്ദേഹം മുറുകെ പിടിക്കുമായിരുന്നു. പക്ഷേ വി.ഡി. സതീശനും കെ സുധാകരൻ തമ്മിൽ തെറ്റുകയും രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയും കെ സുധാകരനെ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, കെ സുധാകരൻ തുടരുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും എന്ന് വരെ പറഞ്ഞ് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി, ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി കെ സുധാകരനെ മാറ്റി. അവിടേക്ക് വന്നത് സണ്ണി ജോസഫാണ് KPCC പ്രസിഡന്റായി. എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാൽ എന്താണോ പറയുന്നത് അത് അതുപോലെ നടപ്പാക്കുന്ന ആളാണ് സണ്ണി ജോസഫ് എന്ന കാര്യത്തിൽ സംശയമില്ല. കെ.സി. വേണുഗോപാൽ തന്നെയാണ് KPCC പ്രസിഡന്റായി ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണോ കെ.സി. വേണുഗോപാൽ പറയുന്നത് അത് അതുപോലെ നിർവഹിക്കുന്ന ആളാണ് സണ്ണി ജോസഫ്. അവിടെ മുതൽ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ പിടിമുറുക്കാൻ തുടങ്ങി. ആദ്യം പോഷക സംഘടനകളെ കൈക്കലാക്കി, അതിനുശേഷം ഇതാ ജനറൽ സെക്രട്ടറിമാർ, പുതിയ പുനഃസംഘടനാ പട്ടിക എല്ലാം കെ.സി. വേണുഗോപാലിന് വേണ്ടപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം കെ.സി. വേണുഗോപാലിന്റെ ചാണക്യ ബുദ്ധി എവിടെയാണ് പ്രകടമായത്? വി.ഡി. സതീശന്റെ അനുയായികളെ വി.ഡി. സതീശനിൽ നിന്ന് അകറ്റുക എന്നതിലാണ്. വി.ഡി. സതീശന്റെ ശക്തി യുവനിരയായിരുന്നു. ആ യുവനിരയെ അങ്ങനെ തന്നെ അടർത്തി മാറ്റി തന്റെ പക്ഷത്ത് നിർത്താൻ കഴിഞ്ഞു വി.ഡി. സതീശന്. എന്ന് വെച്ചാൽ വി.ഡി. സതീശന്റെ ഇടം കൈയും വലം കൈയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. നിരായുധനാക്കി നിർത്തി വി.ഡി. സതീശനെ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വി.ഡി. സതീശന് തിരിച്ചു വരാൻ കഴിയുമോ? നേർക്കുനേർ പോരാട്ടമാണ് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിൽ. ആ പോരാട്ടത്തിൽ ആര് ജയിക്കും? സംശയം വേണ്ട, കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കാരണം കെ.സി. വേണുഗോപാലിന്റെ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട്. അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസിനകത്ത് പോഷക സംഘടനകളുടെ പിന്തുണയുണ്ട്. ജനറൽ സെക്രട്ടറിമാരിൽ, നേതാക്കളിൽ വലിയ വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. അങ്ങനെ കോൺഗ്രസ് സമ്പൂർണമായും കെ.സി. വേണുഗോപാലിന്റെ കയ്യിലാണ്. കെ.സി. വേണുഗോപാലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. വി.ഡി. സതീശൻ തീർന്നു എന്ന് പറയാം. ഇനി വി.ഡി. സതീശന് തിരിച്ചുവരവിന് വല്ല സാധ്യതയുമുണ്ടോ? പോരാടാൻ ഇറങ്ങിയിട്ടുണ്ട് വി.ഡി. സതീശൻ. ആ പോരാട്ടം എവിടം വരെ എത്തും? വെറും ചാവേറായി അവസാനിക്കുമോ വി.ഡി. സതീശൻ? അതല്ല പോരാടി ജയിക്കുമോ? അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം.